എമ്പുരാൻ എന്ന സിനിമ പൃഥ്വിരാജും മോഹൻലാലും അഭിനയിച്ച സിനിമ. മുരളി ഗോപി തിരക്കഥ, സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെ. അതിലൊരു കഥാപാത്രമുണ്ട്, മുന്നയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ രൂപം ഓടിയെത്തും. ആ കഥാപാത്രത്തെക്കുറിച്ച്, കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിയായ ധാരണ നമ്മുടെ മനസ്സിലേക്ക് എത്തും. രാജ്യസഭയിൽ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് മുന്ന എന്ന കഥാപാത്രത്തെ ഉദ്ധരിച്ചിരുന്നു. മുന്ന എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ ഉദ്ധരിച്ച് സംസാരിച്ചിരുന്നു. അത് വലിയ വൈറലായി മാറിയിരുന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ചർച്ചയായി മാറിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിയ പ്രസംഗം. അതേ ജോൺ ബ്രിട്ടാസിനെ മുന്ന എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരുണ്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ. മുന്ന എന്ന് രാജ്യസഭയിൽ പ്രസംഗിച്ച് BJPക്ക് നേരെ വിരൽ ചൂണ്ടി നിന്ന ജോൺ ബ്രിട്ടാസ്, അതേ ജോൺ ബ്രിട്ടാസിനെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിം ലീഗ് പ്രവർത്തകരും മുന്ന എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. മുസ്ലിം ലീഗും CPM-ഉം തമ്മിൽ ധാരണയുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മുന്ന പ്രയോഗം ഉപയോഗിച്ചത്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും കൂടെ UDF പ്രവർത്തകരും 4 വോട്ട് അതിൻ്റെ പേരിൽ വന്നോട്ടെ എന്ന് വിചാരിച്ച് തെറ്റായ പ്രചരണം നടത്തിയവർ ഇന്ന് ഖേദിക്കുന്നുണ്ടോ, ദുഃഖിക്കുന്നുണ്ടോ? നിങ്ങൾ അന്ന് മുന്ന എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച അതേ വ്യക്തിയാണ് ഇന്ന് ദില്ലിയിൽ BJPക്കെതിരെ നടക്കുന്ന സമരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ സമരം, ആ സമരത്തിൻ്റെ ആദ്യാവസാനം ഒപ്പമുണ്ടായിരുന്ന രാജ്യസഭാ MP അത് മറ്റാരുമായിരുന്നില്ല, ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വരെ ആ വേദിയിലുണ്ട് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസാണ് സമരത്തിൻ്റെ 3-ാം പ്രതി എന്ന് പറഞ്ഞ് RSS ലേഖനമെഴുതി, ഓർഗനൈസറിൽ ആരെങ്കിലും എഴുതിയ ലേഖനമല്ല, ഓർഗനൈസറിൻ്റെ എഡിറ്റർ. 3-ാം പ്രതി, സമരത്തിൻ്റെ 3-ാം പ്രതി അത് ജോൺ ബ്രിട്ടാസാണ് എന്ന്. ആ ജോൺ ബ്രിട്ടാസിനെയാണ് മുന്ന എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് കേരളത്തിലെ UDFകാർ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർ, കൂടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ സൈബർ അണികളും. ഇന്ന് അവർക്ക് ഖേദമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ അന്ന് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ദില്ലിയിലെ CPIM ഓഫീസിൽ SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനെത്തുന്നു ദില്ലി പോലീസ്. അവിടെയും ഓടിയെത്തി ജോൺ ബ്രിട്ടാസ്. അവരോട് തർക്കിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇതിനകത്ത് കയറാൻ എന്ന്, അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ജോൺ ബ്രിട്ടാസ്. പോലീസിന് മടങ്ങിപ്പോകേണ്ടി വന്നു. നാം അത് കണ്ടതാണ്. ദില്ലി സമരപ്പന്തലിൽ മാത്രമല്ല, രാജ്യസഭയിൽ BJP നേതാക്കളെ നോക്കി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ജോൺ ബ്രിട്ടാസ്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ജോൺ ബ്രിട്ടാസിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, പിടിച്ച് അകത്താക്കുമെന്ന്. ആലോചിച്ച് നോക്കണം, കേരളത്തിൽ നിന്നുള്ള ഏക MP അല്ല ജോൺ ബ്രിട്ടാസ്. ഇവിടെ നിന്ന് ജയിച്ചു പോയ വൻ ഭൂരിപക്ഷം കോൺഗ്രസ് MP-മാരുണ്ട്, മുസ്ലിം ലീഗ് MP-മാരുണ്ട്. എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇവരെ ആരെയെങ്കിലും? ഒരു കോൺഗ്രസ് MP-യെ ഏതെങ്കിലും ഒരു സമരമുഖത്ത് കണ്ടോ? കേരളത്തിൽ നിന്ന് BJPക്കെതിരെ പടപൊരുതാൻ പറഞ്ഞയച്ചവരല്ലേ അവരൊക്കെ. ആ പ്രതീക്ഷയിൽ വോട്ട് ചെയ്തവർ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയവർ, അവർ ജയിക്കണമെന്ന് പറഞ്ഞ് രാപ്പകൽ പണിയെടുത്തവർ, മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകർ ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നർത്ഥം. ചെയ്തത് തെറ്റായിപ്പോയി. ഒരു 5 MP-മാർ കൂടി ഇടതുപക്ഷത്തിന് പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതിഷേധത്തിന് കുറച്ചുകൂടി ആഴം കൂടിയേനെ, ഈ പ്രതിഷേധത്തിന് കുറച്ചുകൂടി ശക്തി കൂടിയേനെ. തെറ്റുപറ്റിപ്പോയി കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോഴും ഒറ്റയ്ക്ക് ഒരു മഹാമേരുവിനെ പോലെ BJPക്ക് മുന്നിൽ, ദില്ലി പോലീസിന് മുന്നിൽ സമരമുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾ മുന്ന എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ജോൺ ബ്രിട്ടാസ് MP.